അവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മുടെ ഇഷ്ടമാത്രം എന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? അങ്ങനെ രാമനെ സ്വപ്നവല്ലി ഇട്ട് കൊടയുകയാണ്. നിങ്ങൾ എന്നോട് എന്തിനു മറച്ചു വെച്ച്, നിങ്ങൾ എൻ്റെ ഭർത്താവാണോ? അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഇഷിതയും മഹേഷും അങ്ങോട്ടേക്ക് വരുന്നത്. പിന്നെ ഇഷിതയുടെ നേർക്കായി, നീ എന്തിനാണ് ഇവിടെ ജീവിക്കണേ? എൻ്റെ മകൻ്റെ ഭാര്യയെ ജീവിക്കാൻ പറ്റില്ലെങ്കിൽ നീ ഇറങ്ങി പോകണം. ചിപ്പിയുടെ ഒരു അമ്മയായിട്ട് ഇവിടെ നീ ജീവിക്കണ്ട എന്നുള്ളതൊക്കെ പറയുകയാണ്. അപ്പം നമ്മുടെ ഇഷിത പറയും, ഓക്കെ ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ ആ കരാർ അങ്ങ് കീറിക്കളയാണെന്ന് പറയും. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് പറയാം. അപ്പോൾ സ്വപ്നവല്ലിയുടെ വായടെ അങ്ങനെ ഇഷിത അകത്തേക്ക് പോകും, മഹേഷും പുറകെ പോകും. അങ്ങനെ ചെന്ന് കഴിയുമ്പോൾ ഇഷിത മഹേഷിനോട്, അപ്പോൾ അവർ രണ്ട് തമ്മിൽ സ്വയം മനസ്സിൽ ഇങ്ങനെ പറയുകയാണ്, മഹേഷ് ഇല്ലാതെ തനിക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ മഹേഷ് മനസ്സിൽ പറയുന്നില്ല, ഇഷിത നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, നീ ഇല്ലാത്തത് എനിക്കൊരു മരുഭൂമിയെ പോലെയാണെന്നൊക്കെ ഇങ്ങനെ സ്വയം പറയുകയാണ്. അപ്പോൾ ഇഷിത പറയുകയാണ്, നമ്മൾക്ക് പിരിയാൻ പറ്റുമോ മഹേഷ് എന്ന് ചോദിക്കുകയാണ്. അപ്പം മഹേഷ് പറയുകയാണ്, ഇത് ഞാനല്ലേ അങ്ങോട്ട് പറയേണ്ടതെന്ന് പറയും. അപ്പോൾ ഇഷിതയുടെ കണ്ണിൽ നിന്ന് കണ്ണീര് ഇങ്ങനെ ഉതിർന്ന് വീഴുക. ആ സമയത്ത് മഹേഷ് അത് തുടച്ചു കൊടുക്കുക. അങ്ങനെ സ്നേഹത്തോടെ അവരിങ്ങനെ നോക്കിയാണ്. അപ്പം മഹേഷ് പറയും, ഇപ്പം നീ അവരിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതൊക്കെ പറഞ്ഞു, പക്ഷെ നാളെ അവർ നിൻ്റെ ഒരു കുഞ്ഞിനെ ആഗ്രഹിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ മഹേഷ് പറഞ്ഞ് മനസ്സിലാക്കിയാണ്. ഇതിനുശേഷം നമ്മുടെ മഞ്ജിമയാണെങ്കിൽ വീണ്ടും നമ്മുടെ സ്വപ്നവല്ലിയെ എരുതി കയറ്റുകയാണ്. അമ്മ എന്തിനാ അവൾ പറയുന്നതൊക്കെ കേട്ട് നിന്നത്? അവളെ ഇവിടുന്ന് ഇറക്കി വിടണം, മഹേഷിന് നല്ലൊരു പെൺകുട്ടിയെ ഇനിയും കിട്ടും. അവൻ സ്വപ്നവല്ലി നീ എന്തൊക്കെയായി പറയുന്നത്? അവനെ ഇനി മൂന്നാം കെട്ടും കൂടെ കെട്ടിക്കണം, നീ അവൻ്റെ മുമ്പിൽ ചെന്ന് പറഞ്ഞാൽ മതി, നിനക്കിട്ട് നല്ല കിട്ടുമെന്ന് പറയും. അപ്പം മഞ്ജിമ ഓരോന്ന് കുത്തി കൊടുക്കുന്നുണ്ടെങ്കിലും പക്ഷെ സ്വപ്നവല്ലിക്ക് അതൊന്നും ഏൽക്കുന്നില്ല. അപ്പോൾ സ്വപ്നവല്ലി പറയുന്നു, എൻ്റെ മകനെ എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല, എൻ്റെ മകന് 2 കുഞ്ഞുങ്ങളുണ്ട്, നല്ല ആരോഗ്യമുള്ള, എൻ്റെ തലമുറയ്ക്ക് അതും മതി. പക്ഷെ ആർക്കാണ് ഇവിടെ നഷ്ടം വരുന്നത്? അവളുടെ അമ്മ പ്രിയാമണിക്ക്. ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, അത് നടക്കത്തില്ലല്ലോ. എൻ്റെ കുടുംബത്തിനൊന്നും സംഭവിച്ചിട്ടില്ല, അവരുടെ കുടുംബത്തിനാണ് എല്ലാം സംഭവിക്കുന്നത് എന്നുള്ള രീതിയിൽ അങ്ങ് സ്വപ്നവല്ലി പറയുകയാണ്. അങ്ങനെ സ്വപ്നവല്ലിയുടെ സന്തോഷം എന്ന് പറയുന്നത്, കാരണം തൻ്റെ മകന് അങ്ങനെ ഒരു സുഖം വേണ്ടാന്ന് വെച്ചിട്ടുണ്ടാവും, അതുകൊണ്ട് അവൻ അങ്ങനെ തന്നെ ജീവിച്ചോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ സ്വപ്നവല്ലി പറയുകയാണ്. അപ്പം മഞ്ജിമയെ അടുത്ത ട്രിക്ക് ഉപയോഗിക്കുകയാണ്. കാരണം എങ്ങനെയെങ്കിലും ഇത് വേർപിരിക്കണം എന്നാണ് മഞ്ജിമയുടെ ആഗ്രഹം. കാരണം കൈലാസിനെ ജയിലിൽ കുടുക്കിയൊക്കെ അവളുടെ മനസ്സിലുണ്ട്. അങ്ങനെയാണ് എപ്പിസോഡ് ഇന്ന് അവസാനിക്കുന്നത്. നാളത്തെ എപ്പിസോഡിൽ എന്ന് പറയുന്നത് നമ്മുടെ സ്വപ്നവല്ലിയും പ്രിയാമണിയും കൂടെ അമ്പലത്തിൽ എവിടെ പോകാൻ വേണ്ടിയിട്ട് ഫ്ലാറ്റിന് താഴേക്ക് വരും. അങ്ങനെ രണ്ടുപേരും വഴക്കാവുന്നു, അടിയാവുന്നു. പ്രിയാമണിയുടെ മകളെ പറ്റി മോശം പറയുന്നു, പ്രിയാമണിയും തിരിച്ചു പറയുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നു. അന്നേരം പറയുന്നത്, അങ്ങനെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വേർപെടുത്തി കൊണ്ടുപോകണമെന്ന് പറയും സ്വപ്നവല്ലി. അങ്ങനെ അവരാണെങ്കിൽ ഇവരെ പിരിക്കാൻ നോക്കുന്നു. ഇതേ സമയത്ത് നമ്മുടെ ഇഷിതയും മഹേഷും ആണെങ്കിൽ ചിപ്പിമോളെ ഒരുക്കുന്നു. അങ്ങനെ ചിപ്പിമോൾക്ക് കണ്ണൊക്കെ എഴുതി കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മഹേഷിൻ്റെ മുഖത്തൊരു പൊട്ടൊക്കെ കുത്തി കൊടുക്കുക. എന്നിട്ട് പറയും, ആരും കണ്ണ് തട്ടാതിരിക്കണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ അവർ കുറച്ചും കൂടെ അടുക്കുകയാണ്, കുറച്ചും കൂടെ സ്നേഹത്തിലൊക്കെ ആകുകയാണ്. അപ്പം ഇതൊന്നും അറിയാതെയാണ് മറ്റുള്ളവർ അടി കൂടുന്നത്. അങ്ങനെ രണ്ടുപേരും അടി കൂടി രണ്ടുപേരും വീടിൻ്റെ ഡോർ തുറന്ന് അകത്തേക്ക് കയറുന്ന സീനുകളും നല്ല രസകരമായ മുഹൂർത്തങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക്